ചേട്ടാ, KSRTC ബസ്സുകളിൽ പുരുഷ കണ്ടക്ടർമാരുടെ സീറ്റുകളിൽ വനിതകൾ വന്ന് ഇരിക്കാറുണ്ട്. എന്നാൽ വനിതാ കണ്ടക്ടർമാരുടെ സീറ്റുകളിൽ പുരുഷന്മാർ ഇരിക്കാൻ പാടില്ലെന്ന് ബസ്സുകളിൽ എഴുതി ഒട്ടിച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ KSRTCയുടെ ഈ ഒരു നിയമത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഗവൺമെൻറ് പറയുക ലിംഗവിവേചനം പാടില്ല. വാട്ട് യു മീൻ ബൈ ലിംഗവിവേചനം? ജെൻഡർ സെൻസിറ്റൈസേഷനാണ്. ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത് പാടില്ല എന്നൊരു ഭാഗത്ത് ഗവൺമെൻറ് പറയുകയും അപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി വേണമെന്ന് ഗവൺമെൻറ് ഒരു ഭാഗത്ത് പറയുകയും ഇത്തരം ലേബലുകൾ ജെൻഡറിനെ എന്ത് ചെയ്യുന്നു, വീണ്ടും ശക്തമായി ഡിവൈഡ് ചെയ്യുന്നു, വേർതിരിക്കുന്നു. ഈ പ്രതിഭാസം ഇതൊരു ആഭാസമാണ്, ഒരാശയമാണ്, ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസമൊക്കെ മാറേണ്ടിയിരിക്കുന്നു, സംശയമില്ല ആ കാര്യത്തിൽ. നമ്മൾ ഇക്വാലിറ്റിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആളുകൾ, മുറവിളി കൂട്ടുന്ന ആളുകളാണ്. ആ ഇക്വാലിറ്റി കോമൺ പ്ലാറ്റ്ഫോമുകളിൽ എല്ലാവർക്കും തുല്യമായിരിക്കണം, എല്ലാവർക്കും കിട്ടണം. പുരുഷൻ്റെ കാര്യം വന്നാൽ പുരുഷന് അവിടെ സ്ഥാനം, സമൂഹത്തിൽ ഒരു സ്ഥാനവും ഇല്ല, മാനവും ഇല്ലാത്ത വേസ്റ്റായി പുരുഷ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അറുതി വരുത്തേണ്ടതുണ്ട്. അറുതി വരുത്തണമെങ്കിൽ എന്ത് വേണം? നിയമം മൂലം മാത്രം, അക്രമം മൂലമല്ല, തടിമല്ല് മൂലമല്ല, നിയമം മൂലം അതിന് പരിഹാരം ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു.